ദേശീയപാത 183 കുട്ടിക്കാനം മുതൽ പെരുവന്താനം വരെയുള്ള പാതയ്ക്ക് ഇരുവശത്തും കാടുപടങ്ങൾ വളർന്നു നിൽക്കുന്നത് വാഹന ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുന്നു. മണ്ഡലകാലം ആരംഭിച്ചതോടെ അന്യസംസ്ഥാനത്ത് നിന്നടക്കമുള്ള അയ്യപ്പഭക്തരുടെ വാഹനങ്ങളും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും അടക്കമാണ് ഇതുവഴി കടന്നുപോകുന്നത്. ദേശീയപാത വിഭാഗം കാടുപടലങ്ങൾ മുൻപ് വെട്ടിമാറ്റിയെങ്കിലും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ഇവ വീണ്ടും വളർന്ന് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. കാര്യക്ഷമമായ രീതിയിൽ കാടുവെട്ട് നടന്നിട്ടില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ക്ഷണനേരം കൊണ്ട് കാടുപടലങ്ങൾ വളർന്നു പന്തലിക്കാൻ കാരണമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മണ്ഡലകാലം ആരംഭിച്ച ശേഷം അയ്യഭക്തരുടെ അടക്കം വാഹനങ്ങൾ ഈ പാതയിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. റോഡിൻ്റെ പ്രധാന വളവുകളടക്കം റോഡിലേക്ക് ചാഞ്ഞ് കാടുപടലങ്ങൾ വളർന്നു നിൽക്കുകയാണ്. റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഇട്ടഭാഗത്തും കൊക്കഭാഗത്തും സൈഡിലെ മരമുണ്ടാക്കുന്ന കാടുകളൊന്നും വെട്ടിമാറ്റാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല. ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ തന്നെ താലൂക്ക് സഭയുടെ ചർച്ച നടത്തി അടിയന്തരമായിട്ട് ഇത് വെട്ടിമാറ്റി കാഴ്ച മറയ്ക്കാത്ത സംവിധാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ ദിനം പ്രതി ടൂറിസ്റ്റുകളടക്കം വിദേശ സഞ്ചാരികളടക്കം ലക്ഷക്കണക്കിന് ആളുകൾ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ 183 പുലർച്ചെയും വൈകിട്ടുമായി മഞ്ഞിറങ്ങുന്ന ഒരു മേഖല കൂടിയാണിത്. കൂടാതെ റോഡിൻ്റെ ചില ഭാഗങ്ങളിൽ ആവശ്യത്തിനുള്ള വീതിക്കുറവുമുണ്ട്. ഇതോടൊപ്പം കാടുകൾ റോഡിലേക്ക് വളർന്നു നിൽക്കുമ്പോൾ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയുമാണ്. ദേശീയപാത വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ വളർന്നു നിൽക്കുന്ന കാടുപടലങ്ങൾ അടിയന്തരമായി വെട്ടിമാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, പീരിമേട്.